മോളെ മോനാണെങ്കിലും മോളാണെങ്കിലും ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബിങ് ചെയ്യൂ. ഞങ്ങളിന്ന് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണാൻ വേണ്ടി പോവാം കേട്ടോ, ARM. അപ്പോൾ ഞങ്ങളൊരു ഗെറ്റ് റെഡി വിത്ത് മീയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ അനിയത്തി അങ്ങനെ മീൻസ് ക്യാമറയിലൊന്നും വരാത്ത ഒരാളാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഞങ്ങളൊന്ന് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയം അടി കൂടുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ. മീൻസ് കല്യാണത്തിന് മുന്നേ അങ്ങനെയായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണല്ലേ, സിസ്റ്റേഴ്സിൻ്റെ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒന്നല്ലെങ്കിൽ ഭയങ്കര കെയറിങ് ആൻഡ് ലവ്വിങ് ആയിരിക്കും, പക്ഷേ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അടി ഉണ്ടാക്കുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന തരത്തിലുള്ള സിസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കെയറിങ് ആണ്, രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കെയറിങ് എന്നല്ല, എന്ത് കാര്യത്തിനും നമുക്ക് വിളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. എന്ത് കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്താലും അപ്പോൾ ചേച്ചി അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഉണ്ണി അങ്ങനെ പറയുന്നൊരു തരത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് അടിപൊളി കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തിനാ അനിയത്തി, എനിക്ക് ഏട്ടനോ അങ്ങനെ ആരെങ്കിലും മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രദേഴ്സ് ഇല്ലാത്തതിൻ്റെ കുറവ് എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഇവിടെ ഇഷ്ടമുണ്ടായിരുന്നില്ല, തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ട് സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വൈബാണ്, വേറെ ലെവലാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും അവളുടെയാണ്. ഇത് ലിപ്സ്റ്റിക് ആണെങ്കിലും ഇനി ഇടാൻ പോകുന്ന ബ്ലഷ് ആണെങ്കിലും പൗഡർ ആണെങ്കിലും എല്ലാം എൻ്റെ മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അപ്പോൾ ഞാൻ ലിപ് ലൈനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. മീൻസ് രാത്രിയാണ് പോകുന്നത്, വല്ലാതെ കെട്ടിയിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു, കുറച്ച് പൗഡർ ഇട്ടു, പിന്നെ എന്താ ചെയ്തത്, കുറച്ച് ബ്ലഷ് ഇട്ടു. ബ്ലഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ടൈപ്പ് ബ്ലഷ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ അവളും ഞാനും സെയിം ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇട്ടിട്ടുള്ളത്, പക്ഷേ നല്ല ഡിഫറൻറ്റ് ഉണ്ട് അല്ലേ. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ ഡിഫറൻസ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ. അവളോട് ചോദിച്ചു നോക്കണം, അവൾ സമ്മതിക്കുന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അവളും ഇതുപോലെ ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് കാണിച്ചത് ഒരു ഡ്രസ്സും ഇട്ടത് വേറെ ഡ്രസ്സും ഒന്നാണ്. അപ്പോൾ ഇട്ട് വന്നപ്പോൾ അവൾക്ക് അതത്ര കംഫർട്ടായിരുന്നില്ല, അപ്പോൾ അവൾ മാറ്റി ഈ ഡ്രസ്സ് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഹെയർ ഞാൻ ഇങ്ങനെ കെട്ടിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്കെന്തോ ഒരു കംഫർട്ട് കുറവ് തോന്നി, അങ്ങനെ ഞാൻ വീണ്ടും പോണിറ്റെയിൽ കെട്ടി. എൻ്റെ പോണിറ്റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ആസ്ഥാന മുടി കെട്ടൽ. അപ്പോൾ അത് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവൾ ഫ്രീ സ്റ്റൈലാട്ടോ മുടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 10:45 ഷോ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു സ്പ്രേ പെർഫ്യൂമാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു, കുറേ വീഡിയോസ് എടുത്തു, എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോയത്. കാരണം നല്ല സമയം ഉണ്ടായിരുന്നു, 10:45 സമയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി കേട്ടോ. തിയേറ്ററിലെത്തി ഞാൻ, അമ്മ, അച്ഛൻ, അവളുടെ ഹസ്ബൻഡ്, അവൾ, കുട്ടികൾ, ഇത്രയും പേരാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ARM അടിപൊളി അവാർഡാണ് കേട്ടോ, എന്തായാലും കാണും, മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ, അതും 3D തന്നെ എക്സ്പീരിയൻസ് ചെയ്യണേ, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും 3D കണ്ണട കാട്ടിയിട്ട് മെയിൻ ആവുകയാണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആൻഡ് ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, എൻ്റെ മോൻ പറയണ പോലെ. അപ്പോൾ അതെന്തായാലും ചെയ്തേക്കണേ. ബൈ. ലവ് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.